എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച്. AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. ഉച്ചയ്ക്ക് 12 മണിക്ക് ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് പുറപ്പെടും. മാർച്ച് തുടങ്ങുമ്പോൾ തന്നെ തടയാനാണ് ദില്ലി പോലീസിന്റെ നീക്കം. ട്രാവൽസ് അസോസിയേഷൻസ് ഇന്ന് പാർലമെന്റിലേക്കും മാർച്ച് നടത്തുന്നുണ്ട്. ആദിൽ പാലോടുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ഗുഡ് മോർണിംഗ് ആദിൽ. എന്തായാലും ഒരു പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടി. അതിൽ ഓൺലൈൻ പെറ്റീഷനൊക്കെ വലിയ പിന്തുണ ലഭിച്ചു എന്ന് അരവിന്ദ് കെജ്രിവാൾ പറയുകയും ചെയ്തു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് എന്ന രീതിയിൽ പ്രതിഷേധം നടത്തുന്നു. എങ്ങനെയൊക്കെയാണ് അവർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് പ്രതിഷേധ മാർച്ച്? ഒപ്പുശേഖരണവും ഒപ്പം നിവേദനവും പ്രധാനമന്ത്രിക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ ലോക് കല്യാൺ മാർഗിലെ വസതിയിലേക്ക് AAP കൺവീനർ അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള 100 അംഗ സംഘം പുറപ്പെടുക എന്നാണ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നത്. ആള് കൂടാനുള്ള സാധ്യതയുണ്ട്. 100 പേരെ ആ വിധത്തിൽ പ്രധാനമന്ത്രിയുടെ വസതിക്കരികിലേക്ക് പോലീസ് കടത്തിവിടില്ല എന്ന കാര്യം ഉറപ്പാണ്. പുറപ്പെടുന്ന സമയം തന്നെ മാർച്ച് തുടങ്ങുമ്പോൾ തന്നെ ദില്ലി പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് ഇവരെ തടയാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. നാടകീയ നീക്കങ്ങൾക്ക് ഒരുപക്ഷെ സംഘർഷത്തിനൊക്കെ ഇന്ന് ദില്ലി വേദിയാകുമെന്ന് പറയാം. എഥനോൾ കലർത്തിയ പെട്രോൾ നൽകുന്നത് അവസാനിപ്പിക്കണം, നിർബന്ധമാക്കുന്നത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ആവശ്യം. അരവിന്ദ് കെജ്രിവാളും മറ്റ് സാമൂഹ്യ സംഘടനകളുമെല്ലാം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള മാർച്ച് ഇന്നാണ്. ഒപ്പം മറ്റൊരു മാർച്ച് കൂടി ദില്ലിയിൽ നിന്ന് നടക്കുന്നുണ്ട്. പാർലമെന്റിലേക്ക് ഡ്രൈവേഴ്സ് അസോസിയേഷന്റെയും ട്രാവൽസ് അസോസിയേഷന്റെയും നേതൃത്വത്തിലുള്ള ഒരു മാർച്ച് പാർലമെന്റ് മാർച്ചായി ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. ഇതുവരെ E20 പെട്രോളിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായി ഒരു വിശദീകരണം, അക്കാര്യത്തിലെ നിലപാട് എന്താണ് എന്നതിൽ മറുപടി വന്നിട്ടില്ല. എഥനോൾ കലർത്തിയ പെട്രോൾ ആണെങ്കിൽ അതിന്റെ വില കുറയ്ക്കണം, ഒപ്പം ശുദ്ധമായ പെട്രോൾ വാങ്ങാനുള്ള അവസരം ഉപഭോക്താക്കൾക്ക് ഒരുക്കണം എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയുള്ള പ്രതിഷേധമാണ് ദില്ലിയിൽ ഇന്ന് 2 പ്രതിഷേധങ്ങളായി നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രതിഷേധ മാർച്ചിൽ ഒരുപക്ഷെ സംഘർഷമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്. എഥനോൾ കലർന്ന E20 പെട്രോളിനെതിരെയാണ് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ച് AAP നടത്തുന്നത്.